ഈ പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ചില ജീവിതങ്ങളിൽ പ്രകടമായിട്ട് കാണാം. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ തിന്മയുടെ അരൂപിയും ഈ കാലഘട്ടത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. പിശാചിനെ കണ്ടിട്ടുണ്ടോ? പരസ്യം കണ്ടിട്ടുണ്ടോ? അതല്ല പിശാച് കേട്ടാ, 2 കമ്പും വലിയ വാലും പല്ലൊക്കെ പുറത്തോട്ടിട്ട്, അതല്ല പിശാചിനെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. നമ്മുടെ ആത്മീയ ശത്രുവിനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ യുദ്ധം എത്രയോ എളുപ്പമായിരുന്നു. ഈ ആത്മീയ ശത്രുവിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ഗൗരവം കൂടും. പിന്നെ കാണപ്പെടാത്തൊരു ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം പറയുന്ന പോലെ ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ പിശാചിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് വചനം കേൾക്കണം. അതിനാണ് വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണം എന്ന് പറയുന്നത് എന്തിനാ? സുവിശേഷം കേൾക്കണം എന്ന് പറയുന്നത് എന്തിനാ? ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ദൈവിക ജ്ഞാനം കിട്ടണം. ദൈവിക ജ്ഞാനം എന്തിനാ? പിശാചിന്റെ സാത്താന്റെ വഞ്ചനകളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം കിട്ടാൻ വചനം കേൾക്കണം. കാരണം വചനം ഈശോ തന്നെയാണ്.